സംഭവം എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. സിജോ ഭായി കലക്കിയിട്ടുണ്ട് കേട്ടാ, ഒന്നും പറയാനില്ല, അടിപൊളി. കപ്പയും ബീഫും നല്ലപോലെ ഓടുന്നുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫ്രൈഡ കിച്ചൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കപ്പ ബിരിയാണിയാണ്. അതിന് വീഡിയോ അവസാനം വരെയായിട്ട് നിങ്ങൾ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അടയാളപ്പെടുത്തുക. നമ്മൾ ബീഫ് ചേർത്തിട്ടുള്ള കപ്പ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോസിലോട്ട് പോകാം. താങ്ക് യു. 2 കിലോ ബീഫാണ് കപ്പ ബിരിയാണിക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ല ഉപ്പും വിനീഗറും ഒഴിച്ച് കഴുകിയെടുക്കുക. ആ ബീഫിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും, അത് മാറാൻ വേണ്ടിയിട്ടാണ്. അത് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. നിങ്ങൾ ബീഫ് മേടിക്കുമ്പോൾ എല്ലുള്ള ബീഫ്, അതായത് നെഞ്ചല്ലിൻ്റെ ബീഫ് നോക്കി ചോദിച്ച് മേടിക്കുക. അപ്പോൾ കടയിൽ നിന്ന് പറഞ്ഞവർക്ക് വെട്ടിത്തരും. നമ്മളിവിടെ നെഞ്ചടി എന്നാണ് പറയുന്നത്. ആ ബീഫ് എല്ലോടുകൂടി ചേർത്ത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ബീഫ് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പും വിനീഗറൊക്കെ ചേർത്തിട്ടാണ് കഴുകുന്നത്. കഴുകി നന്നായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്റ്റൈൻഡറിലേക്ക് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വാർന്നു പോട്ടെ. അപ്പോൾ ഞാൻ ബീഫൊക്കെ കഴുകിയിട്ടുണ്ട്. ഞാൻ വെള്ളം വാരാനായിട്ട് സ്റ്റൈനറിലേക്ക് ഇടുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ബീഫ് കുക്കറിലേക്ക് മാറ്റാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ഇട്ട് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ ഗരം മസാല ആയാലും മതി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു 5-6 പച്ചമുളക് നീളത്തിൽ കീറിയത്, അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ, അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഞാനതിപ്പോൾ ചേർക്കുന്നില്ല, നിങ്ങൾക്കത് ചേർത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഇതിനെ മിക്സ് ചെയ്തെടുക്കട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം. അതിന് വെള്ളം ചേർക്കണ്ട. ബീഫ് നമുക്ക് കഴുകി അതിലുള്ള വെള്ളം കുറച്ചൊക്കെ ഉണ്ടാകും, അത് വെച്ചിട്ട് ബീഫ് വെന്തോളും. അപ്പോൾ വെള്ളം ആരും ചേർക്കണ്ട. അപ്പോൾ അതിന് ബീഫിനെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം കുക്കർ ഞാൻ അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. ബീഫിന് വേണ്ടത് 3 വിസിലാട്ടാ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഞാൻ UAE-ലുള്ളവരോടാണ് പറയുന്നത്. അപ്പോൾ കപ്പയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കണം. വെളുത്തുള്ളി നമ്മളെടുക്കുന്ന ഒരു ചുള വെളുത്തുള്ളി, ഇഞ്ചി 2 പീസ്, പിന്നെ ഒരു 5 പച്ചമുളക്, ഒരു 4 സവോള, മീഡിയം സവോള നന്നായിട്ട് സ്ലൈസ് എടുക്കുക. ഒരു 2 തക്കാളി, ഇത്രയാണ് നമുക്ക് ആവശ്യം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ, പച്ചമുളകും. അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നു. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് മൂക്കണം കേട്ടോ. നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ട് അത് ഇഞ്ചി ആദ്യം ഒന്ന് മൂപ്പിക്കുക. അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് നമ്മൾ മൂത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ബീഫ് കറി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കപ്പ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഏകദേശമൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ബീഫ് വേവിക്കുമ്പോൾ നാട്ടിലുള്ളവർ അവിടുത്തെ ബീഫിൻ്റെ വേവ് നോക്കണം കേട്ടോ. ഞാൻ ദുബായിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇവിടുത്തെ ബീഫ് പെട്ടെന്ന് വേവും, അതുകൊണ്ടാണ് 3 വിസിൽ മതി എന്ന് പറയുന്നത്. നാട്ടിലുള്ളവർ അവിടുത്തെ ബീഫിൻ്റെ എത്ര വിസിൽ വരുന്നത് വെച്ചാൽ അത് നോക്കിയിട്ട് വേവിച്ചിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഞാൻ ഇതേ പച്ചമുളക് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊരു 5 പച്ചമുളകാണ് ഞാൻ ഇവിടെ ചതച്ചെടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതാണ്, എന്നാൽ കൂടി ഒന്നുകൂടി പറയാം. വെളുത്തുള്ളി ഒരു ചുളയാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒരു 2 വലിയ പീസ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ട് വരണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ സവോളയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാലകൾ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 4 സവോളയാണ്. അതൊരു മീഡിയം സവോള നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വാടി വരണം കേട്ടോ. വാടി വരാനായിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവോളയും നമ്മുടെ ഇതെല്ലാം ഒന്ന് വാടി നന്നായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ കൊത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 3 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. കപ്പ നന്നായിട്ട് കൊത്തിയെടുക്കുക, ഒരു മീഡിയം ടൈപ്പിൽ കൊത്തിയെടുക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കപ്പ കൊത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വെള്ളം വെച്ച് വേവിച്ചെടുക്കണം, എന്നിട്ടൊന്ന് ഊറ്റണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കെറ്റിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഒഴിക്കുന്നത്. കാരണം നിങ്ങൾക്ക് പച്ചവെള്ളമാണെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാം. ഇത് ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കപ്പ ഇങ്ങനെ വെള്ളം വെച്ച് തിളപ്പിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കെറ്റിൽ വെള്ളം തിളപ്പിച്ച് കപ്പയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കപ്പ 3 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. 2 കിലോ ബീഫും ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ അതേ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ആരും കപ്പയിൽ ഇപ്പോൾ ഉപ്പിടണ്ട കേട്ടോ. കപ്പ തിളച്ച് വേവാൻ നേരത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും. നമ്മുടെ ബീഫ് ഞാൻ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, വെന്തിട്ടുണ്ട്. ഇവിടെ ഞാൻ അടിച്ചത് ഒരു 3 വിസലാണ്. അപ്പോൾ ബീഫ് അവിടെ വെന്തിരിപ്പുണ്ട്. ഇനി നമ്മുടെ മസാല റെഡി ആക്കിയിട്ട് നമുക്ക് ബീഫിനെ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയും ഇതെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുന്ന അളവ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തോളൂ. കാരണം ഇവിടെ 3 കിലോ കപ്പ എടുത്തിട്ടുണ്ട്, 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മസാല കൂട്ടിയിടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ മല്ലിപ്പൊടിയാണ് ആദ്യം ഇടുന്നത്. മല്ലിപ്പൊടി ഇടുന്നത് ഒരു 5 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. അത് മീഡിയം സ്പൂണാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും മസാല ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ മുളക് പൊടി ചേർക്കുന്നത്. മുളക് പൊടി ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു 3 സ്പൂണാണ്. സ്പൂൺ അതും മീഡിയം സ്പൂണാണ്. പിന്നെ ഒരു സ്പൂൺ ചെറിയ സ്പൂണിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ സ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ചേർത്ത മസാലകൾ. അപ്പോൾ അതേ മസാല നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ, അല്ലെങ്കിൽ ആ പൊടികളുടെ ഒരു പച്ചക്കുത്തുണ്ടാവും. അപ്പോൾ നമ്മൾ സവോള ചേർത്ത് നമ്മുടെ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ചെറുങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതിനെ വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയും മസാല എല്ലാം മൂത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത 2 തക്കാളിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് തക്കാളിയും കൂടി അതിനകത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. ഇപ്പോൾ ഞാൻ കുരുമുളക് പൊടി കൂടി കുറച്ച് ചേർക്കുന്നുണ്ട്. സ്പൈസി കുറവ് വേണ്ടവർക്ക് അത്രയും കുറച്ചിട്ടാൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ഉണ്ടാവും നമ്മുടെ കറിക്ക്. അപ്പോൾ നമ്മുടെ സവാളയും ഏകദേശം ഒക്കെ വാടി വരുന്നുണ്ട്. തക്കാളിയും ഏകദേശമൊക്കെ വാടി എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കൊന്നും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാട്ടോ. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ അപ്പോൾ കുറച്ച് കുറയ്ക്കാട്ടോ കുരുമുളക് പൊടി. അപ്പം നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഇളക്കി ഇതിനെ വാട്ടിയെടുക്കണം. ഒരു ക്രീമി സെറ്റപ്പിലേക്ക് എത്തണം കേട്ടോ എൻ്റെ മസാലയുടെ ലെവല്. കാരണം ഞാൻ ഫുള്ള് ഇങ്ങനെ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമ്മുടെ ഇപ്പോൾ എല്ലാം വാടി ക്രീമി പരുവായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ബീഫ് തിളപ്പിച്ച അതിലുണ്ടായിരുന്ന വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇളക്കാം. എന്നിട്ട് ഒന്ന് ചെറുങ്ങനെ ആ മസാല എല്ലാം ടൈറ്റായി മസാല എല്ലാം കൂടി ചേർന്നതിന് ശേഷം നമുക്ക് മറ്റുള്ള ബീഫും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് ആരും കൂടുതൽ ഇടണ്ട. ബീഫ് തിളപ്പിച്ച് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ സവാള വാട്ടിയപ്പോൾ ഉപ്പിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബീഫും കൂടി അതിനകത്തേക്ക് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബീഫും കൂടി അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു മീഡിയം തീയിലാക്കി വയ്ക്കാം. എന്നിട്ട് ആ മസാല കൂടി ചേർന്നതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ബീഫും കൂടി ചേർത്ത് നന്നായിട്ട് മസാലേനെ മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രം നിങ്ങൾ മസാല ചേർക്കണം കേട്ടോ. ഞാൻ ഒരുപാട് ലെങ്ത്ത് വീഡിയോ ആയതുകൊണ്ടാണ് അത് വാടിയ ഭാഗമാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ ഇളക്കി നന്നായിട്ട് വാടിയതിന് ശേഷം മസാല ചേർക്കുക. മസാല ചേർത്തതിന് ശേഷം നന്നായിട്ട് അതിനെ ഇളക്കുക.
ഇളക്കിയതിന് ശേഷം നമുക്ക് ബീഫ് തിളപ്പിച്ച് വെച്ചാൽ വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്ന് മീറ്റും കൂടി അതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ട് ഇളക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക. അതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഓഫാക്കുക. ഓഫാക്കണിക്കുമ്പോൾ നോക്കുക ഉപ്പും മറ്റുള്ള മസാലകളുടെ എരിവൊക്കെ നന്നായിട്ട് നോക്കുക. ഇത് അത്യാവശ്യം നല്ല സ്പൈസിയുള്ള ഒരു കറിയാണ് കേട്ടോ. നമ്മൾ കപ്പയിലും കൂടി ഇത് മിക്സ് ആക്കുമ്പോൾ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ കപ്പ അപ്പുറത്ത് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ ഒരു തീയിലാക്കി വെച്ചിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. മസാല ഒക്കെ ഒന്ന് ബീഫിന് കയറി പിടിക്കട്ടെ. ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം നല്ല ഏകദേശം കറക്റ്റ് ഉപ്പൊക്കെയാണ്. അതുകൊണ്ടാണ് ഉപ്പ് വരെ ചേർക്കാത്തത്. അപ്പോൾ നമ്മുടെ കപ്പ ഏകദേശം ദൈവം വെന്ത് വരുന്നുണ്ട് കേട്ടോ. ആരും ആദ്യം ഉപ്പ് ചേർക്കണ്ട. നമ്മളിത് ഊറ്റാൻ നേരത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് അത് സെറ്റായിട്ടുണ്ട്. ഏകദേശം ചെറിയ തീയിലിരുന്ന് ഒന്ന് മസാല ഒക്കെ നന്നായിട്ട് ബീഫിന് കയറി പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, അറിയാൻ പറ്റും. നല്ല നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബീഫ് കറി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം 3 കിലോ കപ്പയിലേക്ക് തന്നെ ചേർക്കണമെന്നില്ല. അത്യാവശ്യത്തിന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ മൊത്തം മിക്സ് ചെയ്യുന്നുണ്ട്. അത് ചൂടോടുകൂടി കഴിക്കാൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒറ്റയടിക്കത് തീർക്കും. അപ്പോൾ ഞാൻ കപ്പ വെന്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് കയ്യിലുകൊണ്ട് നന്നായിട്ട് ഇളക്കാൻ കേട്ടോ. കപ്പ നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കത് ഊറ്റാം. അപ്പോൾ ഞാൻ സ്റ്റാൻഡർ വെച്ചിട്ടുണ്ട്. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല കെയറായിട്ട് ചെയ്യുക കപ്പ ഊറ്റുമ്പം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കപ്പ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ 3 കിലോ മേടിച്ചിട്ടുണ്ട്. ഇവിടെ മെമ്പേഴ്സ് കൂടുതലുള്ളതുകൊണ്ടാണ് കൂടുതൽ ഞാൻ ചെയ്യുന്നത്. അതുമാത്രമല്ല ഒറ്റയടിക്ക് നിങ്ങൾക്ക് കപ്പ ചെയ്യണമെന്നില്ല. എല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് കുറച്ചെടുത്ത് മിക്സ് ചെയ്ത് കപ്പ ബിരിയാണി തയ്യാറാക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത് ചൂടോടുകൂടി കഴിക്കണം. അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ ഞാൻ കപ്പ ബിരിയാണി തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. കപ്പയുടെ ആ വെള്ളമൊക്കെ പോയി. എന്നിട്ട് നമ്മുടെ ബീഫ് ഞാൻ മൊത്തം മിക്സ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ ആ ക്വാണ്ടിറ്റിക്ക് എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഇതിപ്പോൾ മൊത്തം മിക്സ് ആക്കിയാൽ ചൂടോട് തന്നെ കഴിക്കണം. എന്നാൽ ആ കപ്പ ബിരിയാണിക്ക് അതിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കുറുകിയ നല്ല മസാലയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പം ഞാൻ കപ്പ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ബീഫിലല്ലാണ്ട് തന്നെ ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് ആരും കൂടുതലായിട്ട് ചേർക്കാൻ വേണ്ട. ഈ കപ്പയും ബീഫ് നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കപ്പയുടെ ചൂടോടുകൂടി തന്നെ നന്നായിട്ട് ബീഫ് നന്നായിട്ട് ഉണ്ടാക്കിയ കറിയാണ് ചൂടോടുകൂടിയാണ് ചേർക്കുന്നത്. കപ്പ നന്നായിട്ട് തന്നെ ചൂടുണ്ട്. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിക്ക് ഏകദേശം റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചൂടോടെ ഇത് കഴിക്കണമെങ്കിൽ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. ചൂടോടുകൂടി കഴിച്ചാലേ അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കപ്പ നന്നായിട്ട് ചേർന്നിട്ട് ബീഫായിട്ട് വരുമ്പം നല്ല ടേസ്റ്റാവും. ഒരു ചെറിയ തീ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ അടുപ്പിൽ. ഇതിപ്പോൾ ഞാൻ കപ്പ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ കറിവേപ്പില അതിനകത്ത് കശക്കി ഇടാം. കുറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അതാ വീണ്ടും സിജോസ് കിച്ചൻ വന്നിരിക്കുകയാണ്. അതാ നമ്മളെ സിജോ ഭായി നല്ലതുപോലെ നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഫ് വെച്ചിട്ടുള്ളതാണ്. ഇത് നല്ല എല്ലൊക്കെ ഉള്ള ഇതാണ്. എല്ലും കഷ്ണമൊക്കെ ഇട്ട് ബീഫ് ബിരിയാണി. നല്ല കപ്പയൊക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുണ്ട് നല്ല അതിലൊക്കെയാണ്. ഉള്ളിയൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ നല്ല ഇത് വരുന്നുണ്ട്, കൊതിയാവുന്നുണ്ട്. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും കഴിച്ചിട്ട് ഇന്ന് നമുക്ക് അഭിപ്രായം പറയാം. സംഭവം എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. സിജോ ഭായി കലക്കിയിട്ടുണ്ട് കേട്ടാ. ഒന്നും പറയാനില്ല, അടിപൊളി. കപ്പയും ബീഫും നല്ലപോലെ ഉടഞ്ഞ് നല്ല പരുവമായിട്ടുണ്ട്. വായിൽ വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോണു, ഒന്നുമില്ല.
ഇങ്ങനെ കഴിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഇതില്ല. ആകെ ഈ ഉള്ളിയുടെ ഒരു ഇതുണ്ട്, അത് നമുക്ക് ഇങ്ങനെ പിടിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട്. അല്ലാതെ ഉള്ളതൊക്കെ അങ്ങ് ഉടഞ്ഞ് അരിഞ്ഞ് ഇതായിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ടേസ്റ്റ് കൊണ്ടാണ് വീണ്ടും കഴിക്കുന്നത്. എന്നിട്ട് ഞാൻ വീണ്ടും പറയാം. കൊള്ളാം, സൂപ്പർ. നിങ്ങൾ ഈ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.